രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. മുന്നണിയടക്കം ഏതാണ്ട് സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച മട്ടുമുണ്ട്. CPM അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ പിറ്റേ ദിവസം തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കും എന്നാണ്. UDF-ലും ചർച്ചകൾ കാര്യമായി പുരോഗമിക്കുന്നുണ്ട്. NDA ആകട്ടെ ഏതാണ്ട് 50ഓളം സ്ഥാനാർത്ഥികളുടെ പേര് വിവരം പ്രഖ്യാപിക്കാനിരിക്കുന്നു. ബാക്കി 90 ഇടങ്ങളിൽ ഇന്നോ നാളെയോ ആയി തീരുമാനമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട്. അവരുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള കൂടിക്കാഴ്ചകളുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ കേട്ട പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അഭിലാഷ്, വൈകിട്ട് 4 മണിക്ക് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഭവനിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിൽ വളരെ കൃത്യമായ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് വേണം കരുതാൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വാർത്താ സമ്മേളനം ഒരു പ്രസ് റിലീസ് അല്പം മുമ്പ് വന്നിരുന്നു. ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിൽ ഹോൾഡ് എ പ്രസ് കോൺഫറൻസ് ടുഡേ അറ്റ് 4 PM at Vigyan Bhavan, New Delhi. Entry restricted to PIB accredited media persons only എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാധ്യമപ്രവർത്തകർക്കുള്ള ഒരു ഇൻവിറ്റേഷനാണ്. അതിൽ വളരെ കൃത്യമായി തന്നെ 4 മണിക്കുള്ള വാർത്താ സമ്മേളനം സൂചിപ്പിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുന്നു. ഒരു 15-നും 30-നും ഇടയ്ക്കുള്ള തീയതികൾ ഉണ്ടാകും. അതിൽ ഒരു 15-നും 25-നും ഇടയ്ക്കുള്ള തീയതിയിൽ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും നിർണായകമായ കാര്യമാണ്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. 3ാം തവണയും അധികാര തുടർച്ച ആഗ്രഹിക്കുന്ന പിണറായി സർക്കാരുണ്ട്. മറുവശത്ത് എങ്ങനെയും അധികാരം പിടിക്കണം എന്നുള്ളതിന് നിരവധി പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞ UDF സംവിധാനമുണ്ട്. സീറ്റെണ്ണം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ വീണ്ടും താമര വിരിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന NDA സംവിധാനമുണ്ട്. അങ്ങനെ ഒരു ത്രികോണ പോരാട്ടത്തിന് കേരളം സാക്ഷ്യം വഹിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് പ്രഖ്യാപനം വന്നാൽ ഉടൻ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങും. 1 മാസം കൊണ്ട് പരമാവധി വോട്ടർമാരിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തും. ഇന്നിപ്പോൾ 15-ാം തീയതിയാണ്. 1 മാസം ഏതായാലും സമയകാലയളവ് ഉണ്ടാകും. അതിനകം തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതനുസരിച്ചുള്ള നീക്കങ്ങൾ ഒരുക്കങ്ങളെല്ലാം കമ്മീഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. അഭിലാഷ്, യെസ്, അതാണ് രാഷ്ട്രീയ കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. നേരത്തെ തന്നെ ഒരുക്കങ്ങൾ നടന്നതാണ്. നമുക്ക് കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ കൂടി ചേരുന്ന സാഹചര്യമുണ്ട്. വിവിധ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. എങ്കിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നതേയുള്ളൂ. ഡാനി പോൾ ചേരുമ്പോൾ, ഡാനി, നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഏപ്രിൽ പകുതിയോടുകൂടി നടക്കുമെന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിവുള്ളതായിരുന്നു. ഇപ്പോഴും UDF-ലും LDF-ലും NDA-യിലും തിരക്കിട്ട ചർച്ചകൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ എങ്കിൽ